10 തലയും 20 ആയുധങ്ങളുമുള്ള രാവണൻ ലങ്ക നഷ്ടപ്പെട്ട തന്റെ അർദ്ധ സഹോദരൻ കുബേരന്റെ പുതിയ രാജ്യമായ കൈലാസപർവ്വതത്തിനടുത്തുള്ള അളകയെ പരാജയപ്പെടുത്തി. വിജയത്തിനു ശേഷം രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി ലങ്കയിലേക്ക് മടങ്ങുമ്പോൾ ഒരു മനോഹരമായ സ്ഥലം കണ്ടു. പക്ഷേ പുഷ്പക വിമാനത്തിന് ആ സ്ഥലത്തിന് മുകളിലൂടെ പറക്കാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് രാവണൻ നന്ദികേശ്വരനെ കാണുകയും തന്റെ വിമാനത്തിന് അതുവഴി കടന്നുപോകാൻ കഴിയാത്തതിന്റെ കാരണം ചോദിക്കുകയും ചെയ്തു. മഹാദേവൻ പാർവതിയുമായി പർവ്വതത്തിൽ സായാഹ്നം ആസ്വദിക്കുകയാണ്, അതുകൊണ്ട് ആരെയും കടന്നുപോകാൻ അനുവദിക്കില്ല, നന്ദികേശ്വരൻ രാവണനെ അറിയിച്ചു. രാവണൻ നന്ദികേശ്വരനെ പരിഹസിച്ചു. അപമാനിതനായ നന്ദികേശ്വരൻ രാവണനെ വാനരന്മാർ നശിപ്പിക്കുമെന്ന് ശപിച്ചു. കോപാകുലനായ രാവണൻ കൈലാസത്തെ പിഴുതെറിയാൻ തീരുമാനിച്ചു. തന്റെ 20 കൈകളും പർവ്വതത്തിനടിയിൽ വെച്ച് കൈലാസ പർവ്വതം ഉയർത്താൻ തുടങ്ങി. കൈലാസം കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ പാർവതി പരിഭ്രാന്തയായി പരമേശ്വരനെ മുറുകെ പിടിച്ചു. എന്നിരുന്നാലും സർവജ്ഞനായ മഹാദേവൻ രാവണനാണ് അപകടത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കി തന്റെ പെരുവിരൽ കൊണ്ട് കൈലാസ പർവ്വതത്തെ ഒന്ന് അമർത്തി രാവണന്റെ കൈകൾ പർവ്വതത്തിനടിയിൽ കുടുങ്ങി. വേദനയാൽ രാവണൻ ഉറക്കെ നിലവിളിച്ചു. തന്റെ തെറ്റു മനസ്സിലാക്കിയ രാവണൻ 1000 വർഷം മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ഒടുവിൽ മഹാദേവൻ രാവണനോട് ക്ഷമിച്ചു. അജേയമായ ചന്ദ്രഹാസം എന്ന വാൾ നൽകി. അതോടെ രാവണൻ മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തനുമായി മാറി.